ദുഷ്യന്ത് ചൗട്ടാല കൂടി കോൺഗ്രസിലേക്ക് എത്തിയാൽ തീർച്ചയായും കോൺഗ്രസിന് ഹരിയാനയിൽ ഉണ്ടാകുന്നത് സമാനതകളില്ലാത്ത നേട്ടമായിരിക്കും എന്നതിൽ സംശയമില്ല. പഴയ INLD വിട്ട് ദുഷ്യന്ത് ചൗട്ടാലയുടെ നേതൃത്വത്തിലാണ് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി അവിടെ JJP എന്ന പാർട്ടി രൂപീകരിച്ചത്. ആ JJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ വളരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കർഷകരെയും അടിസ്ഥാന വർഗക്കാരെയും ഒപ്പം നിർത്തുന്ന ഒരു വലിയ വിശാലമായ രാഷ്ട്രീയ നീക്കത്തിനു വേണ്ടിയായിരുന്നു. നിയമസഭയിൽ പോരാടി 10 സീറ്റുകളോളം ജയിച്ച JJP BJPയുമായി ചേർന്നായിരുന്നു അന്ന് മന്ത്രിസഭ രൂപീകരിച്ചത്. ഒരുപക്ഷെ മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി ആയിരുന്നില്ലെങ്കിൽ അവിടെ BJPക്ക് അധികാരത്തിൽ വരാനേ കഴിയില്ലായിരുന്നു. ഖട്ടറും ദുഷ്യന്ത് ചൗട്ടാലയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ്റെ പുറത്താണ് ആ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിച്ചത്. എന്നാൽ ഖട്ടർ മാറി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ BJPക്ക് പ്രതികൂലമാണ്. BJP ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് തുടർച്ചയായി വരില്ല എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കോൺഗ്രസിന് 5 സീറ്റും BJPക്ക് 5 സീറ്റും എന്നിങ്ങനെയാണ് ഹരിയാനയിലെ കക്ഷിനില. കോൺഗ്രസിന് ഒരുപക്ഷെ കിട്ടുമായിരുന്ന 2-3 സീറ്റുകൾ ഉണ്ടായിരുന്നു. ചെറിയ വോട്ട് ഷെയറിൻ്റെ വ്യത്യാസത്തിലാണ് ആ സീറ്റുകൾ നഷ്ടമായത്. അതല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മിന്നുന്ന വിജയം അവിടെ നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു. കുമാരി സെൽജയും അതുപോലെ രൺദീപ് സുർജേവാല അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ ഉള്ള നാടാണ് ഹരിയാന. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഒരു കുറവുമില്ല. ജനങ്ങളുടെ മനസ്സിൽ തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നത് അവർക്ക് ആവേശം പകരുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ആ ആവേശത്തിനോടൊപ്പം തന്നെ ചിട്ടയായ പ്രവർത്തനം താഴെത്തട്ടിൽ തന്നെ നടത്തിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് നിയമസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും കൂടിയായിട്ടുള്ള ഭൂപീന്ദർ സിംഗ് ഹൂഡ കൃത്യമായി അണികളോട് പറഞ്ഞിരിക്കുകയാണ്. അമിതാവേശം വേണ്ട, ആത്മവിശ്വാസം അധികം ആയാൽ അത് പണിയാകും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം. അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കേണ്ടതായി ഉണ്ട് എന്ന് അണികളോട് ആഹ്വാനം ചെയ്തു. സർക്കാർ ഇനി മുന്നോട്ട് പോയാലും ഇല്ലെങ്കിലും അധിക നാൾ കാണില്ലല്ലോ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഹരിയാനയിൽ ഒരു ക്ലിയർ കട്ട് മാൻഡേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി തന്നെയാണ്. ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ പിന്നീട് ഹരിയാന കൂടി കിട്ടിയാൽ മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാകൂ. ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് തിരിച്ചുവരവിൻ്റെ പാത വെട്ടിത്തെളിയിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മിന്നുന്ന വിജയങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഉത്തർപ്രദേശിൽ BJPക്ക് ഏറ്റ തിരിച്ചടിക്ക് ശേഷം അവർ പരുങ്ങലിൽ തന്നെയാണ്. തീർച്ചയായും ഹരിയാന പോലെ ഒരു സംസ്ഥാനം തിരിച്ചു പിടിക്കാനായാൽ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന ആത്മബലം എന്നത് ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അണികളെ സുസജ്ജമാക്കിക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കാനാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞിരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കോൺഗ്രസിന് 3/2 ഭൂരിപക്ഷം കിട്ടാമെങ്കിലും അങ്ങനെ അഭിപ്രായ സർവേയുടെ പിന്നാലെ പോകാതെ കാര്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കാനാണ് അണികളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.